നമസ്കാരം. മനുഷ്യത്വം, വേദനിക്കുന്ന മനുഷ്യരോടുള്ള അനുതാപം, ദുഃഖത്തിൽ മറ്റുള്ളവരോട് പങ്കുചേരുക, ആ വേദനയിൽ തൻ്റെ സുഖങ്ങൾ മറക്കുക, വേദനിക്കുന്നവന് വേണ്ടി മറ്റെല്ലാ നേട്ടങ്ങളും മാറ്റിവെക്കുക. ഇതൊക്കെ നമ്മുടെ മനുഷ്യ സമൂഹത്തിൽ അപൂർവമായി എന്നും കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതിന് ജാതി, മത, വർഗ, വർണ്ണ, വിദ്യാഭ്യാസ ഭേദങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് ഈ ആധുനിക കാലത്ത് ഈ ശാസ്ത്രീയത അങ്ങേയറ്റം വളർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യനിൽ ഇമ്മാതിരിയുള്ള ഗുണങ്ങൾ വളരെ വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഇമ്മാതിരി ഗുണങ്ങളുള്ള ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. ഞാനിത് പറഞ്ഞു വന്നത് നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിന്റെ തലവനായി പ്രവർത്തിക്കുന്ന ഡോക്ടർ ഹാരിസിനെ കുറിച്ചാണ്. അദ്ദേഹത്തെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടാണ് നാം പരക്കെ പരിചയപ്പെടുന്നത്. അദ്ദേഹം മലയാളം കണ്ടതിൽ വെച്ച ഏറ്റവും മികച്ച ഒരു വിഷഗ്വരനാണ്. അതിനപ്പുറം അദ്ദേഹത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള വ്യക്തി ഗുണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മാന്യനുമാണ്. അദ്ദേഹം തൻ്റെ തൊഴിലിടത്തിൽ അല്ലെങ്കിൽ താൻ നേതൃത്വം കൊടുക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ വളരെ അധികം ഓപ്പറേഷനുകൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ്. ദിനവും 10, 20 അതിലധികവുമൊക്കെ മേജർ ഓപ്പറേഷനുകൾ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പമുള്ള ഡോക്ടർമാരും ചേർന്ന് അവിടെ നടത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ ആ ഓപ്പറേഷൻ ആവശ്യമായ ചില ഉപകരണങ്ങളുടെ അപര്യാപ്തത കൊണ്ട്, അല്ലെങ്കിൽ ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട അക്സസറീസിന്റെ ലഭ്യതയില്ലായ്മ കൊണ്ട് ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ട അവസ്ഥയുണ്ടായി. അത് അദ്ദേഹം വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും അതിൻ്റെ റിക്വയർമെന്റ് ഡിപ്പാർട്ട്മെന്റിനെയും ഒക്കെ വളരെ നേരത്തെ തന്നെ അറിയിച്ചിട്ടും അത് കാലങ്ങൾ കടന്നു പോകുന്നതല്ലാതെ അതിൽ കൃത്യമായ ഒരു ആക്ഷൻ ഉണ്ടാവുകയോ അതിൻ്റെ പ്രിക്വയർമെന്റ് നടക്കുകയോ ചെയ്യാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ്റെ, അദ്ദേഹം തന്നെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ മകന്റെ പ്രായം വരുന്ന 23 വയസ്സോളം പ്രായമുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഓപ്പറേഷൻ നടക്കാതെ പോയി എന്നുള്ളതാണ്. ഷെഡ്യൂൾ ചെയ്തിരുന്ന ആ ഓപ്പറേഷൻ ഈ മെഷീനറിയുടെ അല്ലെങ്കിൽ അതിൻ്റെ അക്സസറീസിന്റെ അഭാവം കൊണ്ട് നടത്താൻ കഴിയാതെ വരികയും ആ ഓപ്പറേഷൻ മാറ്റിവെക്കേണ്ടി വരികയും ചെയ്ത ഒരവസ്ഥ. അത് അദ്ദേഹത്തിനുണ്ടാക്കിയ മാനസികമായ വിഷമം വളരെ വലുതായിരുന്നു.
അദ്ദേഹത്തിന്റെ ബോധമനസ്സിനെ പോലും വല്ലാതെ ഇളക്കിമറിച്ച ആ ഒരു സംഭവം, അന്നത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വരികയും അദ്ദേഹം ഫേസ്ബുക്കിലൂടെ അത് പുറത്തേക്ക് വിടുകയും ചെയ്തു. ആ പുറത്തേക്ക് വിട്ട പോസ്റ്റ് വളരെ വൈറലാവുകയും അത് കേരളമൊട്ടാകെ പോസിറ്റീവും നെഗറ്റീവുമായ ചർച്ചകൾക്ക് വിധേയമാവുകയും ചെയ്തു. നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, അത് ചില രാഷ്ട്രീയ താല്പര്യമുള്ളവർക്ക് അവരുടെ രാഷ്ട്രീയ അജണ്ടകൾ വെച്ചുകൊണ്ടുള്ള ചില വിമർശനങ്ങൾ ഉണ്ടായി എന്നല്ലാതെ സാധാരണക്കാരായ മനുഷ്യർ അല്ലെങ്കിൽ സമൂഹത്തിൽ മനുഷ്യന്റെ ബുദ്ധിമുട്ടുകളെയും ദുഃഖങ്ങളെയും ഒക്കെ കാണുകയും കേൾക്കുകയും അതിനോട് പങ്കുചേരുകയും ചെയ്യുന്ന വലിയ സമൂഹം അദ്ദേഹത്തെ ശ്ലാഘിക്കുകയും ആ പോസ്റ്റിന് അനുകൂലമായി ധാരാളം കമന്റുകൾ ഉണ്ടാവുകയും അതേ തുടർന്ന് ധാരാളം സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വരികയും ചെയ്തു. ഇതുണ്ടാക്കിയ ഒരു അത് സർക്കാരിനെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ സർക്കാർ എല്ലാത്തിലും നമ്പർ 1 എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതത്തിലെ തന്നെ ഏറ്റവും നല്ല മെഡിക്കൽ സർവീസ് കേരളത്തിലാണെന്ന് നാഴികയ്ക്ക് 40 വട്ടം കൊട്ടിഘോഷിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ വെട്ടിലാക്കുന്ന ഒരു പോസ്റ്റായി അത് മാറുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, ഞാനത് സർക്കാരിനെ കുറ്റപ്പെടുത്താനോ വകുപ്പ് മന്ത്രിയെ കുറ്റപ്പെടുത്താനോ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ പേരെടുത്ത് പറഞ്ഞു കുറ്റപ്പെടുത്താനോ അല്ല ആ പോസ്റ്റ് ഇട്ടത്. ആ പോസ്റ്റ് ഇട്ടത് ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു ദുസ്ഥിതി അതിന്റെ ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ എത്തിക്കാൻ വേണ്ടി മാത്രമാണ്. അദ്ദേഹം തന്നെ പറയുന്നു, തന്റെ മുകളിലോട്ടുള്ള ബ്യൂറോക്രസിയുടെ വല്ലാത്ത അലസതയാണ്, അവരുടെ വളരെ മോശപ്പെട്ട സമീപനമാണ് ഇത് സമയത്തും കാലത്തും നടക്കാതെ പോകുന്നതെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പോസ്റ്റ് വളരെ വൈറലാവുകയും കേരള ജനത കഴിഞ്ഞ 4-5 ദിവസമായി നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടുകയും ഗവൺമെന്റ് അതിന് പലതിനും സമാധാനം പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ ഏറ്റവും ആരോഗ്യകരമായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഈ ഡോക്ടർ ഹാരിസിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലെത്തി. ആദ്യമേ തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് അദ്ദേഹത്തെ അംഗീകരിക്കുകയും അദ്ദേഹം ഒരു കറപ്ഷനുമില്ലാത്ത ഒരു ഡോക്ടറാണെന്നും സാധാരണക്കാർക്ക് പാവപ്പെട്ടവർക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ഒരു ഡോക്ടറാണെന്നുമൊക്കെ വീണ ജോർജിനെ അംഗീകരിക്കേണ്ടി വന്നു. എന്നാലും ഈ പ്രശ്നം ഉണ്ടായത് ഒരു സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് അവർ പറയുന്നുണ്ട്. എന്നാൽ ഈ സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്നും ആ തകരാറ് തീർക്കേണ്ടത് ആരാണെന്നും മാത്രം അവര് ഇന്നും ഈ നിമിഷം വരെയും പറഞ്ഞിട്ടില്ല. ഈ സിസ്റ്റം നന്നാക്കാനല്ലേ യഥാർത്ഥത്തിൽ ഒരു ഗവൺമെന്റ് ഉണ്ടാവുക, ഒരു ഗവൺമെന്റിൽ ഒരു വകുപ്പ് മന്ത്രി ഉണ്ടാവുക. ഈ സിസ്റ്റത്തിന് എന്തെങ്കിലും വീഴ്ച വന്നാൽ, ഈ സിസ്റ്റം കൃത്യമായി നടക്കാതെ വന്നാൽ അതിനെ ത്വരിതപ്പെടുത്തുന്നതിനും അതിനകത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടെങ്കിൽ അതിനെ മാറ്റി അതിനെ നല്ല രീതിയിലേക്ക് ഗൈഡ് ചെയ്യുന്നതിനുമാണ് ഒരു മന്ത്രി ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പോൾ ആ മന്ത്രിയുടെ തന്നെ ഉത്തരവാദിത്തമാണ് ഈ സിസ്റ്റത്തിന്റെ വീഴ്ചയ്ക്ക് കാരണം എന്ന് പറയാതെ നിവർത്തിയില്ല. പക്ഷേ മുഖ്യമന്ത്രിയും ഒരു തരത്തിൽ ഈ ഡോക്ടറെ ഉയർത്തി പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും നല്ല ആരോഗ്യ പരിപാലനം നടക്കുന്ന കേരളത്തെ ഇകഴ്ത്താൻ ഈ പോസ്റ്റ് കാരണമായി എന്നാണ്. ശത്രുക്കളുടെ കയ്യിലെ വടിയായി ഈ പോസ്റ്റ് മാറി
അത് ശരിയായില്ല എന്നാണ്. കാരണം ആ തരത്തിൽ മുഖ്യമന്ത്രി പറയുമ്പോൾ അദ്ദേഹം പറയുന്ന വാചകത്തിൽ തന്നെ ഈ വൈജാത്യം കാണുന്നുണ്ട്. ഭാരതത്തിലെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനമാണ് കേരളത്തിലുള്ളതെന്ന് പറയുന്ന അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ ഡോക്ടർ വളരെ നല്ലവനാണെന്നും ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ തള്ളിപ്പറയാനും കഴിയാത്ത ഒരവസ്ഥ. ഇതാണ് നമ്മൾ കണ്ടുവരുന്ന മറ്റൊരു കാര്യം. ഡോക്ടർ ഹാരിസ് തുടക്കത്തിൽ നടത്തിയ ഒരു വാർത്താ സമ്മേളനമുണ്ട്. അതിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട്. ആ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അദ്ദേഹം അന്ന് തുടക്കത്തിൽ പറഞ്ഞതും ഇപ്പോൾ അവസാനവും പറയുന്നത് ഒന്ന് തന്നെയാണ്. അദ്ദേഹത്തിന് ആരെയും മനഃപൂർവ്വം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല, ആരെയും വ്യക്തിപരമായി ക്രൂശിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത് തുറന്നു പറയാതിരിക്കാനൊക്കാത്ത ഒരു സാഹചര്യം, അതൊരു വല്ലാത്ത ഒരു ദുരന്തം. ആ ദുരവസ്ഥയിൽ നിന്ന് അദ്ദേഹത്തിന് കരകയറാൻ വേറെ ഒരു മാർഗവുമില്ല. അദ്ദേഹം പറയുന്നത് ഈ ബ്യൂറോക്രസിയുടെ മുമ്പിൽ ചെന്ന് നടുവളച്ചു നിൽക്കേണ്ട ഒരുപാട് അവസ്ഥകൾ ഉണ്ടായേക്കുന്നു. അവരുടെ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ട ഒരുപാട് ഘട്ടങ്ങൾ ഉണ്ടായേക്കുന്നു. അപ്പോഴൊന്നും ഇതിന് മുന്നോട്ടൊരു നീക്കമില്ല. വകുപ്പ് മന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പോലും ഇതിനൊരു നീക്കമില്ലാത്ത ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. എന്തായാലും ഇത്രത്തോളം വിദഗ്ധനായ ഒരു വലിയ ആരോഗ്യ വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ഹാരിസിനെ പോലെയുള്ള ഒരാൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് വിഡ്ഢിത്തം കാണിക്കുമെന്നോ അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു വികാരത്തിലെടുത്ത് ഒരു പോസ്റ്റ് ഇട്ടതാണെന്ന് പറയാനോ നമ്മുടെ യുക്തിക്ക് സാധിക്കില്ല. കാരണം അദ്ദേഹം അവസാനം കണ്ടെത്തുന്ന ഒരു പോംവഴി ഇത് അധികൃതരിൽ മാത്രമല്ല പൊതുജനങ്ങളിലും എത്തണം. പൊതുജനങ്ങൾ ഇതിൽ പ്രതികരിക്കണം. എങ്കിലേ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ള ശരിയായ തിരിച്ചറിവിൽ തന്നെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ തുടക്കത്തിലുള്ള വാർത്താ സമ്മേളനം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതിൻ്റെ കാത്തിരിപ്പ് 2023 മുതൽ കാത്തിരിക്കുകയാണ്. 2023 കഴിഞ്ഞ മെഷീൻ 2021 കമ്മീഷൻ ചെയ്ത മെഷീൻ 2023 വരെ ഞങ്ങൾ ചെയ്തതിനകത്ത് ഏകദേശം 3900 രോഗികളെയാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എത്ര പേരുടെ ഓപ്പറേഷൻ അത് വെച്ച് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പോൾ അത് 2023 മുതൽ ഈ വർഷം മുതൽ അത് മുടങ്ങിയിരിക്കുമ്പം എത്ര പേർക്കാണ് അത് ചെയ്യാൻ പറ്റാതിരുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ അടിയന്തര സ്വഭാവം ഞാൻ ഇവരെ അറിയിച്ചതാണ്. ESWLയുടെ അടിയന്തര സ്വഭാവം ഞാൻ അറിയിച്ചതാണ്. അപ്പോൾ അതെൻ്റെ ഫയലുകൾ മൂവ് ചെയ്യുന്നുണ്ട്. അത് ഈ ഓഫീസുകളിലുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഓഫീസിൽ ഞങ്ങളുടെ ഓഫീസിൽ തന്നെ വന്നിട്ടുള്ള എന്തോ പ്രശ്നമാണ്. ഈ ഫയൽ എവിടെ നഷ്ടപ്പെടുകയോ എന്തോ രീതിയിൽ അത് പോവുകയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ESW പിന്നെയും താമസിക്കുന്നത്. ഞാൻ ഇന്നലെ മുതൽ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, അതറിയില്ല. ഈ കാര്യം ഞാൻ അവിടുത്തെ കൗൺസിലറാണ്, മെഡിക്കൽ കോളേജ് കൗൺസിലർ അനിൽ സാറാണ് ഇതിൻ്റെ ESWയിൽ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് സാറ് എനിക്കൊരു പ്രോത്സാഹനം തന്നത്. അപ്പോൾ സാറിനെ കഴിഞ്ഞ എല്ലാ മാസങ്ങളിലും ഞാൻ സാറിനെ വിളിക്കുന്നുണ്ട്, സാർ എന്നെ വിളിക്കുന്നുണ്ട്. സാറ് OPയിൽ വരുമ്പോഴും ഞാൻ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറ് സെക്രട്ടേറിയറ്റിലും കളക്ടറേറ്റിലൊക്കെ സാറ് പോയി സാറിൻ്റെ ഇൻഫ്ലുവൻസിൽ കുറേയൊക്കെ ഫയൽ മൂവ് ചെയ്തു എന്നാണ് കേൾക്കുന്നത്. പക്ഷേ അതിൽ എന്തൊക്കെയോ ഈ ചികിത്സാ സ്വഭാവമായിട്ടുള്ള മെഷീനുകൾക്ക് എന്താണ് ഇത്ര താമസം വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒന്നുമില്ല. നടപടി ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്. ഞാൻ മെറിറ്റ് അടിസ്ഥാനത്തിൽ MCH വരെ പഠിച്ച എനിക്ക് എന്തിനാണ് ഞാൻ ഭയക്കുന്നത്? ഞാനത് ഗവൺമെൻറ് സർവീസിൽ എൻ്റെ ഒപ്പം ഉള്ളവരെല്ലാവരും ഗവൺമെൻറ് സർവീസ് വിട്ട് പ്രൈവറ്റിലൊക്കെ പോയി അവർ കോടീശ്വരന്മാരെ. അപ്പോൾ ഞാനിപ്പോഴും ഈ കുടിച്ച വീട്ടിലാണ് താമസിക്കുന്നത്. എനിക്ക് പണമില്ല, എനിക്ക് പണം സമ്പാദിക്കാൻ ഇത് താല്പര്യമില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഗവൺമെൻറ് കോളേജുകളിൽ പഠിച്ചുകൊണ്ട് ഗവൺമെൻറ്റിന് സർവീസ് കൊടുക്കണമെന്നുള്ളൊരു വിട്ടുവീഴ്ചയുടെ പുറത്താണ് ഞാൻ ജോലി ചെയ്യുന്നത്.
ഒരു കുറ്റബോധത്തിന്റെ നിഴലിൽ അദ്ദേഹം പറയുന്നുണ്ട്, പലപ്പോഴും അത്യാവശ്യമായ ചില ഓപ്പറേഷനുകൾ നടക്കേണ്ടി വരുമ്പോൾ ഈ രോഗികളിൽ നിന്ന് തന്നെ പൈസ പിരിച്ച്, പണം പിരിച്ച് ചില എക്വിപ്മെന്റുകൾ വാങ്ങേണ്ടി വരുന്നുണ്ട് എന്ന്. അത് പറയുമ്പോൾ അദ്ദേഹത്തിന് വല്ലാത്തൊരു കുറ്റബോധമാണ് ആ വാക്കുകളിൽ പോലും നിഴലിക്കുന്നത്. രോഗികളുടെ കയ്യിൽ നിന്ന്, ഒന്നിലധികം രോഗികളിൽ നിന്ന് കളക്ഷൻ എടുത്തുകൊണ്ട് അവർക്കെല്ലാം ഉപയോഗിക്കേണ്ടി വരുന്ന ചില എക്വിപ്മെന്റ്സിന്റെ അസസറീസ് ഒക്കെ അദ്ദേഹം വാങ്ങുന്നുണ്ട്. അങ്ങനെയാണ് പല ഓപ്പറേഷനുകളും നടക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അതൊന്ന് കേട്ടു നോക്കണം. ഈ ഉപകരണം മാത്രമല്ല, പല ഈ ആക്സസറീസും നമ്മൾ വാങ്ങിച്ചത് പേഷ്യൻസ് വാങ്ങിച്ചു തരികയാണ്. കമ്പനിയിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ട് ആ പൈസ അവർ ഷെയർ ചെയ്ത് കമ്പനിക്ക് അടയ്ക്കുകയാണ്. ഇങ്ങനെയാണ് RIRS അറിഞ്ഞായിട്ടുള്ള ശസ്ത്രക്രിയ നടന്നു പോകുന്നത്. പറഞ്ഞു ഞങ്ങൾക്ക് നിവർത്തിയില്ല, ആ പൈസയൊന്നും ഇത്ര അടയ്ക്കാനൊന്നുള്ള പൈസ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, നിങ്ങൾക്ക് ഉള്ള ആവശ്യങ്ങൾക്കും ഈ മിഷൻ എന്തൊരു കംപ്ലൈൻ്റ് ഉണ്ട്, അതിനു വേണ്ടിയാണെന്നാണ് പറഞ്ഞു. 5-6 പേരുണ്ടായിരുന്നു രോഗികൾ. അവരോടെല്ലാം പറഞ്ഞിരുന്നു. പക്ഷേ അവരൊക്കെ ഉള്ള 5000 ഒക്കെ കൊടുത്തവരും ഉണ്ട്. ഞങ്ങളെ ഈ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഡോക്ടർ ഹാരിസിന്റെ വാക്കുകളിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോകാനല്ല, മിഷൻ മേടിക്കാൻ. അതുപോലെ തന്നെ ചാനൽ ചർച്ചകളിലൂടെ വരുന്ന അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റു ഡോക്ടർമാരുടെ വാക്കുകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ മാത്രമുള്ള ഒരു പ്രശ്നമല്ല. മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലും ഈ ഒരു ദുരവസ്ഥയുണ്ട്. പല എക്വിപ്മെന്റുകളും അവിടെയും ലഭ്യമല്ല. അത് വാങ്ങാനുള്ള റിക്വസ്റ്റുകൾ കൊടുത്തിട്ടും അതൊന്നും കൃത്യസമയത്ത് റിക്വയർമെന്റ് നടത്തുകയോ എത്തിച്ചു കൊടുക്കുകയോ അതിൻ്റെ ബന്ധപ്പെട്ടവർ ചെയ്യുന്നില്ല എന്നവർ പറയുന്നുണ്ട്. അതുപോലെ വരുന്ന റിപ്പോർട്ടുകളിൽ ഈ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മാത്രമല്ല, കേരളത്തിൽ മറ്റ് മിക്കവാറും മെഡിക്കൽ കോളേജുകളിലും വലിയ വലിയ ജില്ലാ ആശുപത്രികളിലും എല്ലാം തന്നെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കൃത്യമായി മെഡിസിൻ ലഭിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളും എല്ലാം തന്നെ ഈ ആരോഗ്യ വകുപ്പ് നേരിടുന്നുണ്ട്. ഒരിക്കലും ഇതൊന്നും ഗവൺമെന്റിന് പൊതിഞ്ഞു മൂടി സമൂഹത്തിന്റെ മുന്നിൽ മറച്ചു വെക്കാൻ ഒക്കുന്ന കാര്യങ്ങളല്ല. ഒരു ഭാഗത്ത് 100 പേരുണ്ടെങ്കിൽ അതിൽ ഒരു 25 പേരെങ്കിലും ഒരു താഴെ ഫാമിലി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെയുള്ള ആശുപത്രിയെ തുടരെയായി സന്ദർശിക്കുന്ന ആളുകളാണ്, അവിടവുമായി ബന്ധപ്പെടുന്ന ആളുകളാണ്, രോഗികളാണ്. അപ്പോൾ അവരിലൂടെ അവിടെയുള്ള ഇല്ലായ്മകൾ, അവിടെയുള്ള പോരാഴികകൾ കൃത്യമായി ജനങ്ങളിലെത്തും എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ഈ തരം മേഖലയിൽ, പ്രത്യേകിച്ച് മനുഷ്യന്റെ ചികിത്സ വേണ്ട മേഖലകളിലെങ്കിലും ഗവൺമെന്റ് കൃത്യമായി ഇടപെട്ട് വേണ്ട പരിഹാരം കാണണം എന്ന് തന്നെയാണ് എനിക്ക് പറയുവാനുള്ളത്. സർക്കാരിൻ്റെ പല ആഘോഷങ്ങൾക്കും അതുപോലെ തന്നെ അത്യാവശ്യമല്ലാത്ത പല കാര്യങ്ങൾക്കും പണം കണ്ടെത്താൻ പെട്ടെന്ന് സർക്കാരിന് കഴിയുന്നുണ്ട്. അതുപോലെ ഉന്നതമായ സ്ഥാനങ്ങളിൽ കഴിയുന്നവർക്ക് PSC ചെയർമാനോ മെമ്പർമാരോ പോലെയുള്ളവർക്കൊക്കെ തന്നെ ശമ്പളം കൂട്ടിക്കൊടുക്കാനും ഒക്കെ സർക്കാരിന് എവിടുന്നെങ്കിലും വകമാറ്റിയെങ്കിലും പണം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. ആ ഒരു രീതിയിൽ അതിനേക്കാളൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാക്കി ഈ ആരോഗ്യ മേഖലയെ കാണണമെന്നും അവിടെയുള്ള പോരായ്മകൾ നികത്തണമെന്നും ആണ് ഈ തരുണത്തിൽ സർക്കാരിനോട് പറയുവാനുള്ളത്. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത സുഹൃത്തുക്കൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഈ ചാനലിനെ നിലനിർത്തുവാൻ എന്നോടൊപ്പം സഹകരിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.